الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, 2 ആഴ്ചകൾക്ക് മുമ്പ് വരെ നാം ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം, അതിൻ്റെ തുടർച്ചയാണെന്ന് പറയേണ്ടിയിരുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റടിയന്തര വിഷയങ്ങളൊന്നുമില്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത ആഴ്ച മുതൽ പറയാം. ഇന്ന് മറ്റൊരു വിഷയമാണ് പറയുന്നത്. നമ്മളെല്ലാം അറിഞ്ഞിരിക്കും, മലപ്പുറം ജില്ലയിലെ തിരൂരിലെ പുതിയങ്ങാടിയിൽ ഒരു നേർച്ചയോട് അഥവാ ഉറൂസിനോട് അനുബന്ധിച്ച് വലിയ ഒരു ദുരന്തം നടന്നു. പലരുടെയും മൊബൈലുകളിൽ ആ ദൃശ്യം പകർന്നിട്ടുണ്ടാവും. ഒരാന ഒരു മനുഷ്യനെ തലകീഴാക്കി ചുഴറ്റിയെറിയുന്ന വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഖബറാരാധനയുടെ എല്ലാ രൂപങ്ങളോടും ആദ്യമേ തൊട്ട് വിയോജിപ്പുള്ളവരാണ് നമ്മൾ എന്ന നിലയിൽ ഇത്തരം പശ്ചാത്തലങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രാധാന്യം ബോധ്യപ്പെടുത്തുവാനാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത്. കാരണം ഒരു തൗഹീദി പ്രബോധകൻ അയാളുടെ മുമ്പിലുള്ള ഒരു പശ്ചാത്തലത്തെയും പാഴാക്കി കളയുകയില്ല എന്നുള്ളതാണ്. ആ ഒരർത്ഥത്തിൽ സമൂഹത്തോട് ഇത്തരം ദുരന്തങ്ങളുടെ മുഖത്ത് നിന്നുകൊണ്ട് തൗഹീദും സുന്നത്തും പറയാൻ വിശ്വാസികളായ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അള്ളാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിന്റെ ഇനത്തിൽപ്പെട്ട ഒന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പ്രാരംഭത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. തൗഹീദാണ് വിശുദ്ധ ഖുർആന്റെ പ്രമേയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. തൗഹീദ്, റിസാലത്ത്, ആഖിറത്തിൽ ഊന്നിയ പ്രബോധനം, അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്.
തൗഹീദാണ് ഖുർആന്റെ ആന്തരിക സത്ത എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അതാണ് ഖുർആന്റെ ഉള്ളടക്കത്തിൽ, അതാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ഉള്ളടക്കത്തിൽ പരമപ്രധാനമായ സംഗതി. അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. തൗഹീദാണ് സൃഷ്ടിപ്പിന്റെ അനിവാര്യ താല്പര്യമെന്ന് പറയുന്നത്. ധാരാളം വചനങ്ങളിലൂടെ ഖുർആൻ തൗഹീദ് വിശദീകരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. മറ്റാരുമല്ല നിങ്ങളെ പടച്ചതെങ്കിൽ, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചതെങ്കിൽ ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. ആരാണ് അല്ലാഹു? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ആരാണ് അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പായി മാറ്റുകയും ആകാശത്തെ നിങ്ങൾക്ക് എടുപ്പാക്കി മാറ്റുകയും ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തരികയും ആ മഴവെള്ളത്തിലൂടെ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഇറക്കി തന്ന ആ വെള്ളത്തിലൂടെ നിങ്ങൾക്ക് വിഭവമായി ധാരാളം കായ്ക്കനികളെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത പടച്ചതമ്പുരാൻ, നിങ്ങൾക്ക് ഈ ഭൂമിയെ വിരിപ്പാക്കുകയും നിങ്ങൾക്ക് ആകാശത്തെ എടുപ്പാക്കുകയും ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുകയും ആ മഴവെള്ളത്തിലൂടെ നിങ്ങൾക്ക് ധാരാളം കായ്ക്കനികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത ഏകനായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാന സംബോധനയാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുക്ക് പകരക്കാരെ സ്വീകരിക്കാൻ പാടില്ല, നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഈ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രഥമസ്ഥാനീയത്തുള്ള റസൂലുള്ളാഹിന്റെ വ്യാഖ്യാനം പ്രവാചകനിൽ നിന്ന് ധാരാളമായി കേട്ടിട്ടുള്ള പ്രവാചകന്റെ ശിഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തുശ്രികൂ ബില്ലാഹി ഗൈറഹു മിനൽ അൻദാദില്ലതി ലാ തൻഫഉ വലാ തദുറു. നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ശേഷിയില്ലാത്ത ഒന്നിനെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവയെല്ലാം തന്നെ അല്ലാഹുവിനെ പുറമെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, അത് വസ്തുവാണെങ്കിലും വ്യക്തിയാണെങ്കിലും, ഇനി നിങ്ങൾ ശക്തിയാണെന്ന് വിശ്വസിക്കുന്ന കൃത്രിമമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ശേഷിയില്ലാത്തവരാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ തൗഹീദാകുന്ന മഹത്തായ ആദർശം ജീവിതത്തിൽ പാലിക്കുന്നവരാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമുദായമാണ് ഈ ദർഗകളുടെയും ഈ ഖബറുകളുടെയും ഈ നേർച്ച വ്യവസായത്തിന്റെയും അതുപോലെ തന്നെ ഈ ഉറൂസ് ഉത്സവങ്ങളുടെയും ഈ ഖബർ പൂജയുടെ വ്യത്യസ്ത രീതികളുടെയും പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം പരക്കം പാച്ചിലുകളിൽ ലഭിക്കുന്ന ചില മുന്നറിയിപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ, ഈ ആന ദുരന്തങ്ങൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. وأعظم ما أمر الله به التوحيد وأعظم ما نهى عنه الشرك. അല്ലാഹു കൽപ്പിച്ചതിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് തൗഹീദാണ്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് തൗഹീദാണ്. അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് ശിർക്കാണ്. സഹോദരങ്ങളെ, എന്നാൽ ഔലിയാഇന്റെ പേരിൽ നാട്ടപ്പെട്ട മഖ്ബറകളിൽ അതെവിടെയാണെങ്കിലും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ, പച്ചയായ ശിർക്കൻ ആചാരങ്ങൾ. ആ ഖബറിൽ കിടക്കുന്ന വലിയനോട് പ്രാർത്ഥിക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഇടയാളനാക്കി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ
ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ, ഖുർആൻ തുറന്നാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതറിയാത്തൊരു മനുഷ്യനുണ്ടോ വിശ്വാസികളുടെ കൂട്ടത്തിൽ? ഈ വചനം മനഃപ്പാഠം അറിയാത്ത ഒരാളുണ്ടോ? ഇല്ല. കാരണം നമസ്കാരത്തിലടക്കം നമ്മൾ ഓതുന്ന, നിർബന്ധമായും ഓതിയിരിക്കേണ്ടുന്ന ഖുർആനിലെ അധ്യായങ്ങളിൽ ഒന്നായ സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ അടിസ്ഥാനാധ്യാപനങ്ങളിൽ ഒന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവരെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ആരെന്തൊക്കെ ദുർവ്യാഖ്യാനിച്ചാലും ലളിതമായിട്ടല്ലേ ഖുർആൻ പറഞ്ഞത്? നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഈ ഉമ്മത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന പ്രാഥമികമായ നിർദ്ദേശവും അല്ലാഹുവിനോട് മാത്രം സഹായം ചോദിച്ച് ജീവിക്കാനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമ്മൾ പറഞ്ഞു ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രഥമ സ്ഥാനീയത്തുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശമുണ്ട്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ. പൊന്നു മോനെ, ഞാൻ നിന്നെ ചില വചനങ്ങൾ പഠിപ്പിക്കാം. ഏതാണ് ആ വചനങ്ങൾ? യഹ്ഫളില്ലാഹ യഹ്ഫളുക തജിദുഹു തിജാഹക. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിനെ നിനക്ക് നിന്റെ മുമ്പിൽ കണ്ടെത്താൻ സാധിക്കും. അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്നർത്ഥം. അല്ലാഹുവിനെ നീ നല്ലതുപോലെ സൂക്ഷിക്കുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക, നീ സഹായം അർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം അർത്ഥിക്കുക. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക. ജനങ്ങൾ മുഴുവനും നിനക്കൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ജനങ്ങൾ മുഴുവൻ നിനക്ക് ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അല്ലാഹ് നിനക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഉപകാരമല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല. അല്ലാഹ് തീരുമാനിച്ച ഉപകാരമല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല. വലൗ ഇജ്തമഉ വലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക റുഫിഅത്തിൽ അഖ്ലാമു വജുഫത്തി സുഹ്ഫു. ജനങ്ങൾ മുഴുവൻ നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും അല്ലാഹു നിനക്ക് ഉദ്ദേശിച്ച ഉപദ്രവമല്ലാതെ നിനക്ക് ഏൽക്കുകയില്ല. പേനകൾ ഉയർത്തപ്പെട്ടു, പേജുകൾ ഉണക്കപ്പെട്ടു. അല്ലാഹുവിന്റെ തീരുമാനമാണ്. എല്ലാ കാര്യങ്ങളും ആ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് ചോദിക്കുക. സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായാർത്ഥന നടത്തുക. എന്താ സഹായാർത്ഥന? അതും കൃത്യമായി വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. സൃഷ്ടികളുടെ കടിവിൽപ്പെടാത്തതും അഭൗതിക മാർഗത്തിലൂടെ അല്ലാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ സഹായം, അത് അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കൽ ശിർക്കാണ്. അത് അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കൽ ശിർക്കാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പലരും ദർഗകളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ ലഭിക്കാൻ വിവരമില്ലാത്ത ആളുകൾ, പടുജാഹിലുകൾ, അവർ ദർഗകളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർഗയിലെ വലിയനോട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത വീട്ടാൻ, കടം വീട്ടാൻ വലിയനോട് പ്രാർത്ഥിക്കുന്നു. ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നയാളോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഷർറുകൾ നീങ്ങാൻ, രോഗം മാറാൻ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ദർഗകളോട് അനുബന്ധിച്ച് നടമാടിക്കൊണ്ടിരിക്കുന്ന കൊടിയ ശിർക്ക് പറയുന്നത്. ഇത് കൊടിയ ശിർക്കാണ്, ഒരു സംശയവുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ടൊരു ഗുണവും കിട്ടുകയില്ല എന്ന് വളരെ കൃത്യമായി ധാരാളം വചനങ്ങളിലൂടെ ഖുർആൻ പറഞ്ഞതാണ്. എത്ര വചനങ്ങളിലൂടെയാണ് ഖുർആൻ പറഞ്ഞത്? ഏതെങ്കിലും ഒരു വചനത്തിന്റെ അർത്ഥം ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഒരാൾ മുന്നോട്ട് വന്നാൽ പിന്നീട് ഇപ്പണി ചെയ്യുകയില്ല. കാരണം ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലാഹ് എന്താ പറഞ്ഞത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല.
നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇനി കേട്ടാൽ പോലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയുമില്ല. എന്ന് മാത്രമല്ല, അന്ത്യദിനത്തിൽ പരലോകത്ത് അവർ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുന്നതാണ്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. വളരെ കൃത്യമായിട്ടല്ലേ ഖുർആൻ പറഞ്ഞത്? അന്ത്യദിനത്തിൽ അവർ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുന്നതാണ്. വലാ യുനബ്ബിഉക മിത്ലു ഖബീർ. അതിസൂക്ഷ്മമായി ഒരാളും, അതിസൂക്ഷ്മ കാര്യങ്ങൾ അറിയുന്ന ഒരാളും, അത് പടച്ചതമ്പുരാൻ മാത്രമേ ഉള്ളൂ. അതിസൂക്ഷ്മമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ ആ പടച്ചതമ്പുരാനല്ലാതെ മറ്റാരും ഇതുപോലെ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ പഠിപ്പിക്കുകയില്ല, നിങ്ങൾക്ക് അറിയിച്ചു തരികയില്ല. എന്താണ് അല്ലാഹു അറിയിച്ചു തരുന്ന കാര്യം? നിങ്ങൾ അവരെ വിളിച്ചാൽ അവരെ കേൾക്കൂല, ഇനി കേട്ടാൽ പോലും ഉത്തരം ചെയ്യൂല. അന്ത്യദിനത്തിൽ നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. അവർ ഒരുപക്ഷെ സച്ചരിതരായ സൽവൃത്തരായ ആളുകളായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങൾക്ക് അവരെ കുറ്റക്കാരല്ല. അതുകൊണ്ട് നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തുടർന്ന് പറയുന്നത്, യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹി വഹുവൽ ഗനിയ്യുൽ ഹമീദ്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അല്ലാഹു സ്വയം പര്യാപ്തനാണ്, അവൻ അങ്ങേയറ്റം സ്തുത്യർഹനാണ്. സ്വയം പര്യാപ്തനായ എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിവുള്ള പടച്ചവനെ വിട്ട് വേറൊരാളെ നിങ്ങൾ എന്തിനാണ് തേടിപ്പോകുന്നത്? അല്ലാഹു നമ്മോട് പറയാണ്, സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് മാത്രം ആശ്രയിക്കേണ്ടുന്ന ഒരു സമൂഹത്തെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി നിർത്തുന്ന ആത്മീയ വ്യവസായമാണ് യഥാർത്ഥത്തിൽ ദർഗകളോടും ഉറൂസുകളോടും അനുബന്ധിച്ചുകൊണ്ട് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അത്തരക്കാർക്ക് അല്ലാഹു നൽകുന്ന മുന്നറിയിപ്പുകളാണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തങ്ങൾ. ഇതാദ്യത്തെ സംഭവമല്ല, ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആളുകൾ പാഠം പഠിക്കുന്നില്ല. ഉറൂസുകളോടനുബന്ധിച്ചുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട രീതിയിലുള്ള ഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളുകൾ അതിൽ നിന്നൊന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സിയാറത്ത്, ഒരു സന്ദർശനമുണ്ട്. അത് ഏതെങ്കിലും ഒരു വലിയന്റെ ഖബർ തേടിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന തീർത്ഥാടനമല്ല. മറിച്ച് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ അയൽക്കാർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകൾ തന്നെ ധാരാളം സന്ദർശിക്കാനുണ്ട്. അത്തരം സന്ദർശനങ്ങളെ ഇസ്ലാം അനുവദിച്ചതുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുൽ മൗത്ത്. ആ സന്ദർശനത്തിന്റെ ലക്ഷ്യം ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ചു. ഇസ്ലാമിൽ ഖബർ സന്ദർശിക്കാൻ അനുവദിച്ചിട്ടുള്ളത്, അതിന്റെ ലക്ഷ്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി. ഖബർ സന്ദർശിക്കുന്നതിൽ നിന്ന് ഒരു ഘട്ടത്തിൽ നിങ്ങളെ നാം വിലക്കിയിരുന്നു. ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു വിലക്കുണ്ടായിരുന്നു ഇസ്ലാമിൽ. പിന്നീട് ആ വിലക്കുയർത്തപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസൂറുഹാ, ഇനി നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഫഇന്നഹാ തുദക്കിറുകുൽ മൗത്ത്, അത് നിങ്ങളുടെ മരണം നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നതാണ്. നിങ്ങളും ഈ മരിച്ചു കിടക്കുന്ന, ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നിങ്ങളുടെ അയൽവാസിയെ പോലെ, നിങ്ങളുടെ സുഹൃത്തിനെ പോലെ, നിങ്ങളുടെ രക്തബന്ധുവിനെ പോലെ, നിങ്ങളുടെ സ്വന്തക്കാരനെ പോലെ മരിക്കാനിരിക്കുന്ന ആളാണ്. ആ മരണം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഖബർ സന്ദർശനം അനുവദിച്ചതിന്റെ ഒന്നാമത്തെ കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത്. മറ്റൊരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. നിങ്ങൾ ഖബർ സന്ദർശിക്കുക, അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും. മരണത്തെ ഓർമ്മിപ്പിക്കും, രണ്ടാമത് പരലോകത്തെ ഓർമ്മിപ്പിക്കും എന്നുള്ളതാണ്. അതിന്റെ രണ്ടാമത്തെ കാരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. മൂന്നാമത്തെ കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസൂറുഹാ, നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഫഇന്നഹാ യുരിഖുൽ ഖൽബ വതുദ്മിഉൽ ഐന വതുദക്കിറുൽ ആഖിറ. അത് നിങ്ങളുടെ ഹൃദയത്തെ ലോലമാക്കും. ഹൃദയം കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ ഖബർ സന്ദർശനത്തിലൂടെ നിങ്ങളുടെ ഹൃദയം ലോലമാവും, നിങ്ങളുടെ കണ്ണീര് ഭൂമിയിൽ വീഴും. അതുപോലെ തന്നെ പരലോകം ഓർക്കാനുള്ള അവസരമായിട്ടത് മാറും. വലാ തഖൂലു ഹജറാ, പക്ഷെ അവിടെ വെച്ച് വ്യർത്ഥമായ വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞേക്കരുത്. അനാവശ്യമായ കാര്യങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല, വ്യർത്ഥമായ കാര്യങ്ങൾ പറയാൻ പോലും പാടില്ല എന്ന. പിന്നെങ്ങനെയാണ്
ഈ ഖബറിന്റെ അടുക്കൽ വെച്ച് ഉത്സവങ്ങൾ ഉണ്ടാക്കുക? പിന്നെങ്ങനെയാണ് ഉറൂസുകൾ ഉണ്ടാക്കുക? പിന്നെ എങ്ങനെയാണ് നേർച്ച ആഘോഷങ്ങൾ ഉണ്ടാക്കുക? കാരണം വ്യർത്ഥമായ കാര്യങ്ങൾ ആ ഖബറിന്റെ അടുക്കൽ വെച്ച് പറയാൻ പോലും പാടില്ല എന്ന് പറയുമ്പോൾ പിന്നീട് ഇപ്പറഞ്ഞ നൃത്തങ്ങളും ഇപ്പറഞ്ഞ ഈ ഡാൻസും അതുപോലെ തന്നെ ഈ പാട്ടും ബേക്കൂത്തുമെല്ലാം അടങ്ങിയ ബഹളമയമായ അന്തരീക്ഷമായി മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് മഹാന്മാരെ തന്നെ അവഹേളിക്കലാണ്. അത് മഹാന്മാർ ആദരിക്കുന്നതിന്റെ ഭാഗമല്ല, അത് മഹാന്മാരെ അനാദരിക്കുന്നതിന്റെ അവഹേളിക്കുന്നതിന്റെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പാടില്ലെന്ന് ധാരാളം നിർദ്ദേശങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുകയാണ്. വലാ തജഅലൂ ബുയൂതകും ഖുബൂറാ വലാ തജഅലൂ ഖബരി ഈദാ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കി മാറ്റാൻ പാടില്ല. എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷമാക്കി, ആഘോഷ സ്ഥലമാക്കി, ഈദാക്കി നിങ്ങൾ മാറ്റാൻ പാടില്ല. വ്യക്തമല്ലേ പ്രവാചകന്റെ പരാമർശം? എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കി മാറ്റാൻ പാടില്ല, ആഘോഷ സ്ഥലമാക്കി, ആഘോഷ വേളയാക്കി നിങ്ങൾ മാറ്റാൻ പാടില്ല. വസല്ലൂ അലയ്യ ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി ഹൈസു കുൻതും. നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, നിങ്ങൾ എവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലും അതെനിക്ക് ലഭിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹോദരങ്ങളെ, ഉറൂസുകളിലേക്കും ഖബർ പൂജയിലേക്കും നയിക്കുന്ന എല്ലാ കവാടങ്ങളെയും ഇസ്ലാം അടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഉറൂസുകൾ പാടില്ല എന്ന് മാത്രമല്ല, നേർച്ചോത്സവങ്ങൾ പാടില്ല എന്ന് മാത്രമല്ല, അതിലേക്കുള്ള എല്ലാ അബ്വാബിനെയും എല്ലാ കവാടങ്ങളെയും അടച്ചു കളഞ്ഞു. ശിർക്കിനെയും ഇല്ലാതാക്കി, ശിർക്കിലേക്കുള്ള കവാടങ്ങളെയും ഇല്ലാതാക്കി എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ ഖബറിന്റെ പരമാവധി ഉയരം ഒരു ചാൺ മാത്രമേ ആവാൻ പാടുള്ളൂ. വളരെ കൃത്യമായിട്ട് ഹദീസുകളിൽ പറഞ്ഞു തന്നിരിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ ഖബർ ഒരു ചാൺ മാത്രമേ ഉയർന്നു നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബ്നാ അലൽ ഖബറി ഔ യുസാര അലൈഹി ഔ യുജസ്സസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഖബർ അത് വികസിപ്പിക്കുന്നതും അത് വർദ്ധിപ്പിക്കുന്നതും അതുപോലെ അത് കുമ്മായമിടുന്നതും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്ന് നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാവുന്നതാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസിൽ കാണാം, നഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുജസ്സസൽ ഖുബൂറു വ അയ്യുക്തബ അലൈഹാ വ അയ്യുബ്നാ അലൈഹാ. ഖബറുകളിൽ കുമ്മായമിടുന്നതും ഖബറിന്റെ മേൽ എഴുതി വെക്കുന്നതും ഖബറിന്റെ മേൽ കെട്ടിടമുണ്ടാക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന അതുപോലെ സ്വഹാബത്ത് അതിലൊരു വ്യത്യാസവും വരുത്താതെ, ഒരേറ്റക്കുറച്ചിലുമില്ലാതെ അതുപോലെ പ്രവാചകന്റെ നിർദ്ദേശം സ്വഹാബത്ത് പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാവുന്നതാണ്, സമാമത്ത് ഇബ്നു ശഫീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ മഅ ഫളാലത്ത് ഇബ്നു ഉബൈദ്, ഞങ്ങൾ ഫളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായിരുന്നു. ബി അർളി റൂം, റോമിൽ ഞങ്ങൾ ഫളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാകുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി. അബൂ ഫളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖബറടക്കുവാൻ കൽപ്പിച്ചു. അദ്ദേഹത്തെ ഖബറടക്കിയതിന് ശേഷം ഫസുവ്വിയ, ഖബറിനെ നിരപ്പാക്കി എന്നുള്ളതാണ്. അതിനെ ഉയർത്തിക്കെട്ടി എന്നോ അതിനെ ഉയർത്തി നിർത്തി എന്നോ അല്ല പറയുന്നു. ഫസുവ്വിയ, ആ ഖബറിനെ നിരപ്പാക്കി. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിതസ്വിയതിഹാ, ഖബറിനെ നിരപ്പാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാറുണ്ടായിരുന്നത്. എന്നാൽ കെട്ടിപ്പൊക്കരുതെന്ന് പറഞ്ഞ ഖബറുകൾ അത് കുഫാറുകളുടെ നിഷേധികളുടെ ഖബറുകളാണെന്നും മുസ്ലിങ്ങളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിന് വിരോധമില്ലെന്നുമുള്ള ദുർവ്യാഖ്യാനമാണ്. എല്ലാ കാര്യങ്ങളിലും ദുർവ്യാഖ്യാനം പിൽക്കാലത്ത് കടന്നുകൂടി. ഖബർ കെട്ടിപ്പൊക്കുന്ന വിഷയത്തിലും ദുർവ്യാഖ്യാനം ചമഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ ദുർവ്യാഖ്യാനത്തിനൊന്നും ഒരു പ്രസക്തിയും ഒരു പ്രാധാന്യവുമില്ല എന്ന് ഹദീസുകൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട, ലളിതമായി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മുസന്നഫ് അബ്ദുർ റസാഖിന്റെ ഒരു റിപ്പോർട്ട് ഇപ്രകാരമാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു,
ഉദ്ധരിക്കുന്നു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ലാ തദഇ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറിനെയും നീ നിരപ്പാക്കാതെ പോവരുത്. ഒരു ഖബറും ഉയർന്നു നിൽക്കാൻ പാടില്ല, എല്ലാറ്റിനെയും നിരപ്പാക്കണമെന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാവുന്നതാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത അബൂ വാഇൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ, യഅനി ഖുബൂറൽ മുസ്ലിമീൻ, ഒരു ഖബറിനെയും നിരപ്പാക്കാതെ പോവരുത് എന്ന് പറഞ്ഞത് യഅനി അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖുബൂറൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഖബർ എന്നതാണ്. ബാക്കിയുള്ളവരുടെ ഖബർ നമുക്ക് ബാധകമായ കാര്യമല്ല. പക്ഷെ മുസ്ലിങ്ങളുടെ ഖബറിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്ന് അലി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട നിവേദനത്തിൽ പറയുകയാണ്. സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ നിലപാട് ഇതായിരുന്നുവെങ്കിൽ താബിഈകളും ഇതേ നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയാണ്, ഖബറിന്മേൽ ഇഷ്ടിക കെട്ടി ഉയർത്തുന്നത് വിലക്കുകയും തന്റെ ഖബറിന്മേൽ അങ്ങനെ ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അതല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശിച്ചിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖബറിന്മേൽ ഇഷ്ടിക കെട്ടി ഉയർത്താൻ പാടില്ല, തന്റെ ഖബറിന്മേൽ അങ്ങനെ ഇഷ്ടിക കെട്ടിക്കൊണ്ട് എന്റെ ഖബർ എന്റെ മരണശേഷം ഉയർത്താൻ പാടില്ല എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു താബിഈകളിൽ പ്രസിദ്ധനായ അദ്ദേഹത്തിന്റെ ചരിത്രം ഒരു ഖുതുബ നമ്മൾ പൂർണ്ണമായും വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ആഹ്വാനമാണ്. ഇതൊക്കെ ഓരോ പ്രദേശത്തുള്ള ആളുകൾക്കും, അവരാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള അഹ്ലുൽ ഹില്ലി വൽ അഖ്ദ്, അവിടെയുള്ള തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളുകൾ, അവരാണ് തീരുമാനിക്കേണ്ടത്. ആ പ്രദേശത്ത് അവരുടെ ഖബർസ്ഥാനിലെ ഖബറുകളെല്ലാം തന്നെ നിരന്ന് കിടക്കുന്ന ഖബറുകളാണ്, കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകളില്ല എന്നുറപ്പുവരുത്താൻ സാധ്യമാവണം. എങ്ങനെ സാധ്യമാവണം? ഈ പ്രമാണങ്ങളുടെ പിൻബലത്തിൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറയുന്നത് പ്രസിദ്ധനായ പിൽക്കാല ശാഫിഈ പണ്ഡിതനാണ്. അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ സവാജിർ എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വതജിബുൽ മുബാദറതു ലിഹദമിഹാ വഹദമിൽ ഖുബാബിൽ ലത്തി അലൽ ഖുബൂർ, കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകളെ തകർക്കൽ നിർബന്ധമാണ്, ഖബറുകൾക്ക് മീതെയുള്ള കുബ്ബകളും തകർക്കൽ നിർബന്ധമാണ്. ഇരികിയ അലറുമി മസ്ജിദുൽ ളിറാർ, അത് മസ്ജിദുൽ ളിറാറിനേക്കാൾ അപകടകരമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം റസൂലുള്ള പറഞ്ഞതിന് എതിരായിട്ടാണ് ആ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും. റസൂലുള്ള പറഞ്ഞതിന് എതിരായിട്ടാണ് ആ കാര്യങ്ങൾ മുഴുവനെന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി, പ്രസിദ്ധനായ പിൽക്കാല ശാഫിഈ പണ്ഡിതൻ, അദ്ദേഹത്തെ അംഗീകരിക്കാത്തവരായി ഇന്നത്തെ ഷാഫിയാക്കളിൽ ആരുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം പോലും പറയാണ്, റസൂലുള്ള പറഞ്ഞതിന് എതിരായിട്ടുള്ള കാര്യമാണത്, അതുകൊണ്ട് തകർക്കേണ്ടതാണ്. ലിയന്നഹു അലൈഹിസ്സലാമു നഹാ അൻ ദാലിക വഅമറ ബിഹദമിൽ ഖുബൂരിൽ മുശ്രിഫ, പ്രവാചകന്റെ നിലപാട് തകർക്കുക എന്നതായിരുന്നു. ഉയർത്തപ്പെട്ട ഖബറുകൾ തകർക്കണമെന്നാണ് അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ളത്. വതജിബു ഇസാലത്തു കുല്ലി കിന്ദീലിൻ വസിറാജിൻ അലാ ഖബറിൻ, ഖബറിന് മീതെയുള്ള എല്ലാ വിളക്കുകളും നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞതാണ്, ഖബറിന് മീതെയുള്ള എല്ലാ വിളക്കുകളും നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വലാ യസിഹു വഖഫുഹു വലാ നദറുഹു, വിളക്കുകൾ നേർച്ചയാക്കാനോ വഖഫ് ചെയ്യാനോ പാടില്ല. വിളക്കുകൾ നേർച്ചയാക്കലും സഹീഹല്ല, അതുപോലെ തന്നെ വഖഫ് ചെയ്യലും സഹീഹല്ല. സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാണ് വിശദീകരണം. എന്നിട്ടും ആ വിലക്കപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ഈ ദർഗകളുടെ അടുക്കലൂടെ പോകുമ്പോൾ അവിടെ അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വിളക്കും പൂക്കളും എല്ലാം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ശാഫിഈ പണ്ഡിതനാണ്, മുൻകാല ശാഫിഈ പണ്ഡിതന്മാരിൽ പ്രഗൽഭൻ. അദ്ദേഹം പറയാണ്, അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറാ, ധാരാളമായിട്ട് ഖബർ എങ്ങനെ ഉയർത്തുന്ന രീതി ശരിയായ രീതിയല്ല.
അതുപോലെ ഖബറിന്റെ മുകൾ ഭാഗം കൂർപ്പിക്കാനും പാടില്ല. ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ, ഒരു ചാൺ മാത്രമേ ഉയർത്താൻ പാടുള്ളൂ, പരമാവധി ഒരു ചാൺ മാത്രമേ ഉയർത്താൻ പാടുള്ളൂ. വയുസത്തഹു, ഒരു ചാൺ മാത്രം ഉയർത്തിക്കൊണ്ട് നിരപ്പാക്കിയിടുകയാണ് വേണ്ടത്. ഇമാം നവവി റഹ്മഹുല്ലാഹിയുടെ നിർദ്ദേശമാണ്. ഇതൊക്കെ ഖുർആന്റെയും സുന്നത്തിന്റെയും ബേസിൽ നിന്നുകൊണ്ട്, ഹദീസുകളുടെ ബേസിൽ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന കാര്യമാണ്. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, വിലക്കപ്പെട്ട ദുരാചാരങ്ങളെല്ലാം ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഉടനെ പറയും, അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ ഖബറിന്റെ മീതെയുള്ള പച്ചക്കുബ്ബയോ തെറ്റിദ്ധരിപ്പിക്കാൻ അത് മതി. ആരാ പ്രവാചകന്റെ ഖബറിന്റെ മീതെ പച്ചക്കുബ്ബയുണ്ടാക്കിയത്? സ്വഹാബത്താണോ? താബിയുകളാണോ? അതല്ലെങ്കിൽ ഉത്തമ നൂറ്റാണ്ടെന്ന് പറയാവുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടാക്കി വെച്ച കാര്യമാണോ? ഒരിക്കലുമേയല്ല. അതാരാണ് ഉണ്ടാക്കിയത്? വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് ചരിത്രകൃതികളിൽ കാണാവുന്നതാണ്. ഹിജ്റ 678 മൻസൂർ രാജാവാണ് ഉണ്ടാക്കിയത് എന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോ, ഖല്ലാഉൻ സാലിഹ് എന്ന പേരുള്ള ഒരു രാജാവ് ചെമ്പിന്റെ വലയോടൊപ്പം പച്ചക്കുബ്ബ നിർമ്മിച്ചു എന്ന് മറ്റൊരു അഭിപ്രായത്തിൽ കാണാവുന്നതാണ്. ഏതായാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 600 കൊല്ലം കഴിഞ്ഞാൻ ഇപ്പറയുന്ന രീതിയിൽ ഒരു പച്ചക്കുബ്ബ അവിടെ നിർമ്മിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു പച്ചക്കുബ്ബ ഉണ്ട് എന്നതിനപ്പുറം അവിടെയും നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ നേർച്ചോത്സവങ്ങളോ അതല്ലെങ്കിൽ ഉറൂസോ ഒന്നും കാണുന്നില്ല എന്നത് വലിയ സമാധാനമാണ്. അത് അവിടെയില്ല. പക്ഷേ ഈ രീതിയിലുള്ള ഒരു നിർമ്മാണം പോലും അത് ഉത്തമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായ സംഗതിയല്ല. അത് സ്വഹാബത്തിന്റെ ചെയ്തിയല്ലെന്ന് മാത്രമല്ല, താബികളോ തബഉ താബികളോ നിർമ്മിച്ച ഒരു കാര്യം പോലുമല്ല. പിൽക്കാലത്ത്, വളരെ പിൽക്കാലത്ത് ഉണ്ടായ ഒരു സംഭവം. അതിനെ പ്രമാണമാക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് പ്രമാണമാക്കാൻ കഴിയുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെയാണ്. അതുപോലെ തന്നെ ഹദീസുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, അതിനെ വിശദീകരിച്ചിട്ടുള്ള മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ വിശദീകരണം, ഇതൊക്കെയാണ് സഹോദരങ്ങളെ നമുക്ക് അവലംബിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകന്റെ നിർദ്ദേശവും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളുമാണ് പ്രധാനം. എന്നാൽ ഇന്നോ നമ്മുടെ മിക്ക മസ്ജിദുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ മസ്ജിദുകളോടെല്ലാം അനുബന്ധിച്ചുകൊണ്ടൊരു കൊച്ചു ദർഗയെങ്കിലും സ്ഥാപിച്ചാലേ സമാധാനമുള്ളൂ എന്ന രൂപത്തിലാണ് ഒരു കൊച്ചു ദർഗ ഉണ്ടാക്കുക. എന്നിട്ട് അതിലൂടെ ലഭിക്കുന്ന വരുമാനം, അതിലൂടെ മസ്ജിദ് മുന്നോട്ട് പോവുക എന്നിടത്താണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. എവിടെയെങ്കിലും ഒരു ചെറിയ മണ്ണ് പൊന്തിയാൽ ഉടനെ അവിടെ ഒരു സങ്കല്പിക്കലായി, എന്നിട്ട് പണ്ടാരോ മൺമറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് പടുത്തുയർത്തുകയാണ് സഹോദരങ്ങള്. ഇത് മസ്ജിദിന്റെ ചൈതന്യത്തിനെതിരാണ്. മസ്ജിദിന്റെ ചൈതന്യം എന്ന് പറഞ്ഞ തൗഹീദിന്റെ വിളംബരമാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിശ്ചയം മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ആ മസ്ജിദുകളിൽ അല്ലാഹുവിനെ പുറമെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. മസ്ജിദുകളുടെ ചൈതന്യം തൗഹീദാണ്. തൗഹീദ് വിളംബരം ചെയ്യുന്ന ഗേഹങ്ങളാണ് മസ്ജിദുകൾ. അങ്ങനെയാവണം മസ്ജിദുകൾ എന്ന് വളരെ കൃത്യമായി ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അനാചാരങ്ങൾ നിർത്തലാക്കുന്നതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട മഹല്ലുകൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ മുമ്പിൽ ഇതിന്റെ മുമ്പിൽ രണ്ട് ഫിത്നകളാണ് ഉള്ളത്. ഒന്ന്, തൗഹീദ് വിരുദ്ധമായ മുഴുവൻ കാര്യങ്ങളെയും ന്യായീകരിക്കുന്ന പൗരോഹിത്യം, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അവർ നൽകുന്ന ദുർവ്യാഖ്യാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ദർഗകളെ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. എന്നാൽ ഈ സമുദായം മനസ്സിലാക്കുക, വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാൻ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ അതേ ന്യായങ്ങൾ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ ഔലിയായിനോടും കവറിനകത്തുള്ള ആളുകളോടും കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങളും എന്ന് മനസ്സിലാക്കണം. എന്താ അന്ന് പറഞ്ഞ ന്യായം? അല്ലാഹു തആലയിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാണ് അവർ അന്ന് പറഞ്ഞതെങ്കിൽ ഇന്നും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോട് ഖുർആൻ അന്ന് പറഞ്ഞ മറുപടി, അല്ലാഹു അന്ന് പറഞ്ഞ മറുപടിയാണ് തൗഹീദിന്റെ പ്രബോധകരായ നമുക്ക് പറയാനുള്ളത്. എന്താണ് അല്ലാഹു അന്ന് പറഞ്ഞത്? വൈദാ സഅലക ഇബാദി
ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. എന്റെ അടിമ നിങ്ങളോട് ചോദിച്ചാൽ, എന്നെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞേക്കുക, നിശ്ചയം ഞാൻ അയാളോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അന്നി ഫഇന്നി ഖരീബ്, നിശ്ചയം ഞാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. എന്നെ വിളിച്ചാൽ ഞാൻ അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കും. ഞാൻ അയാളുടെ കണ്ടനാടികളെക്കാൾ അയാളോട് ഏറ്റവും അടുത്തിരിക്കുന്നു. അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അയാളോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. എന്നെപ്പോലെ അയാളോട് അടുത്തിരിക്കുന്ന ഒരു വലിയുമില്ല, എന്നെപ്പോലെ അയാളോട് അടുത്ത് നിൽക്കുന്ന ഒരു മഹാനുമില്ല എന്ന് പറയാനാണ് ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ചത്. അള്ളാഹുവിനെ പോലെ മനുഷ്യരിലേക്ക് അടുത്ത് നിൽക്കുന്ന, സൃഷ്ടികളിലേക്ക് അടുത്ത് നിൽക്കുന്ന വേറൊരു ശക്തിയുമില്ല എന്ന് പറയാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞ. സഹോദരങ്ങളെ, ഒന്നാമത്തെ ഫിത്ന പൗരോഹിത്യമാണെങ്കിൽ, രണ്ടാമത്തെ ഫിത്ന കച്ചവട മനസ്സോട് ദീനീ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ചിലരാണ്. തിരൂരിലെ പുതിയങ്ങാടി സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയങ്ങാടിയിലെ യാഹൂതങ്ങൾക്ക് 2 ഖബറുകളുണ്ട് എന്നുള്ളതാണ്. ഒരാൾക്ക് എങ്ങനെ 2 ഖബർ വരിക? ആളുകൾക്കിടയിൽ തർക്കമായി എവിടെയാണ് മറമാടേണ്ടത് എന്ന കാര്യത്തിൽ തർക്കം വന്നപ്പോ ഒരിടത്ത് മറമാടി, സ്വാഭാവികമായും ഒരിടത്തെ മറമാടാൻ കഴിയൂ, ഒരിടത്ത് മറമാടി. പിന്നെ ഒരാള് സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ഒരു വ്യാജമാണ് പ്രചരിപ്പിച്ചത്. അതായത്, നിങ്ങൾ വേറൊരു സ്ഥലത്തു കൂടി കബറുണ്ടാക്കിക്കോളിൻ, അവിടെയും ഞാൻ ചില സമയങ്ങളിൽ പോയി കിടക്കും, അതല്ലെങ്കിൽ അവിടെയും ഇവിടെയും ഞാൻ ഉണ്ടാവും എന്ന രീതിയിൽ വ്യാജമായ കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് 2 ഖബർ പോലും ഉണ്ടാക്കി ആ രീതിയിൽ ജനങ്ങളെ, സാധാരണക്കാരായ മനുഷ്യരെ പമ്പര വിഡ്ഢികളാക്കുന്ന ചൂഷകരായ നേതൃത്വമാണ് മറുവശത്ത്. ഒന്ന് പൗരോഹിത്യം, രണ്ടാമത്തേത് ഇപ്പറഞ്ഞ ചൂഷകമായ നേതൃ സംവിധാനങ്ങൾ. സഹോദരങ്ങളെ, ഈ വഞ്ചകന്മാരിൽ നിന്നെല്ലാം സമുദായത്തെ മോചിപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാരെ പ്രബോധനം ചെയ്ത ശരിയായ തൗഹീദിലേക്ക് അവരെ, സമുദായത്തെ എന്നല്ല ലോകത്തെ മുഴുവൻ ആനയിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ ദൗത്യത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ് ഇത്തരം പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമൂഹങ്ങളിലും നാം പ്രവാചകന്മാരെ, ദൈവദൂതന്മാരെ നിയോഗിച്ചു. അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക, അല്ലാഹുവല്ലാത്ത എല്ലാ കൃത്രിമ ദൈവങ്ങളെയും കൈവെടിയുക, ദൈവേതര ശക്തികളെ കൈവെടിയുക, അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് പ്രവാചകന്മാർ ആഗതമായതെങ്കിൽ ആ പ്രവാചകന്മാർ മുന്നോട്ട് വെച്ച തൗഹീദിന്റെ പ്രബോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ സമുദായം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അതിന്റെ പ്രബോധനം വളരെ ഗൗരവത്തിൽ നമ്മൾ ഇനിയും നിർവഹിക്കണം എന്നാണ് ഇത്തരം പശ്ചാത്തലങ്ങൾ നമ്മോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ ശരിയായ പ്രബോധനം ഗൗരവത്തിൽ തന്നെ നിർവഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിന്റെ പ്രബോധനം ഗൗരവത്തിൽ നിർവഹിക്കുവാൻ ഇത്തരം വാർത്തകൾ നമുക്ക് പ്രചോദനമായി മാറട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس، أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്. രണ്ടാമതായും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ശുചിത്വ മിഷന്റെ ഒരു നോട്ടീസ്, ഒരു അറിയിപ്പ് നിങ്ങൾക്ക് നൽകാനുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനമാണ് ശുചിത്വ മിഷൻ എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ, അവർ മാത്രമല്ല നമ്മളെല്ലാവരും കൂട്ടായി പങ്കുചേരേണ്ടുന്ന ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ്റെ തലവാചകം വലിച്ചെറിയൽ വിരുദ്ധ വാരം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് വലിച്ചെറിയുമ്പോൾ വിശേഷിച്ചും പാലിക്കേണ്ടുന്ന ജാഗ്രതകളാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്ന ആശയം. മാലിന്യമുക്ത നവകേരളം എന്ന ആശയമാണ് ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്നത്. 3 കാര്യങ്ങളാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി, വീടുകളിലെ അജൈവ മാലിന്യങ്ങൾ, നമ്മുടെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയാതെ പുനരുപയോഗത്തിനായി ഹരിതകർമ്മസേനയ്ക്ക് നൽകി അവരുമായി സഹകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സംഗതി, പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡസ്റ്റ് ബിന്നുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന മനോഭാവം വളർത്തിയെടുക്കുകയും ഭാവി തലമുറയെ ഈ ശീലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുണ്ടെങ്കിൽ അതും വളരെ കൃത്യമായി പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഭൂമിയുടെ സംരക്ഷകരായി മാറണം. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, യഹ്ഫളുൽ അർള ഫഇന്നഹാ ഉമ്മുക്കും, നിങ്ങൾ ഭൂമിയെ നല്ലതുപോലെ സംരക്ഷിക്കണം, പരിപാലിക്കണം. ഭൂമി നിങ്ങളുടെ മാതാവാണ്. ഭൂമിക്ക് മീതെ നിങ്ങൾ എന്തെങ്കിലും വലിച്ചെറിയുകയാണെങ്കിൽ ഭൂമി പടച്ച റബ്ബിനോട് പരാതി പറയുന്നുണ്ട് എന്നടക്കം നമുക്ക് ആ ഹദീസിൽ കാണാവുന്നതാണ്. അതിന് മാത്രം ഗൗരവത്തോടുകൂടി ഭൂമിയെ നല്ല നിലയിൽ പരിപാലിക്കുവാൻ, സംരക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാവണം. മാലിന്യമുക്തമായ ഒരു നല്ല നാടിനെ കെട്ടിപ്പടുക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായില്ല തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖ് ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യാ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും തഖ്വയും ഈമാനും സബറും ഇസ്തിഖാമത്തും സിബാത്തും നീ വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന തൊഴിലും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, മുതിർന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ, അവർക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ എല്ലാവിധ ശിർക്ക്, ബിദ്അത്ത്, ളലാലത്ത്, ഖുറാഫാത്തുകളിൽ നിന്നും പടച്ച തമ്പുരാനെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ കിതാബും നിന്റെ റസൂലിന്റെ സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ പടച്ച തമ്പുരാനെ ഈ ഉമ്മത്തിന് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും, അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹവും ഇണക്കവും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ദൗർഭാഗ്യകരമായ ത്വലാഖ്, ഖുൽഉ, ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും പടച്ച തമ്പുരാനെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ
ഞങ്ങളെ സഹായിക്കണമേ റബ്ബ്. അല്ലാഹുവേ ഖുദ്സിനെ മോചിപ്പിക്കണമേ റബ്ബ്. അല്ലാഹുവേ ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബ്. അല്ലാഹുവേ ഗസയിലെയും റഫയിലെയും ലബനാനിലെയും ഞങ്ങളുടെ സഹോദരങ്ങളെ പടച്ച തമ്പുരാനെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, അല്ലാഹുവേ വൃദ്ധജനങ്ങളെ എല്ലാവരെയും മർദ്ദിതരായ മുഴുവൻ ജനവിഭാഗങ്ങളെയും പടച്ച തമ്പുരാനെ നീ സഹായിക്കണമേ റബ്ബ്. അല്ലാഹുവേ മർദ്ദകരെ നീ പാഠം പഠിപ്പിക്കണമേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ റബ്ബ്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് നൽകണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.